കാര്യവട്ടം ക്യാമ്പസിൽ കണ്ടെത്തിയ മനുഷ്യാസ്ഥികൂടം അത് തലശ്ശേരി സ്വദേശിയായ പുരുഷന്റേതാണെന്ന സംശയം. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ബോട്ടണി ലാബിന് സമീപമുള്ള വാട്ടർ ടാങ്കിനുള്ളിൽ ഇന്നലെയാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. ഹരികൃഷ്ണൻ ചേർന്നു. ഹരികൃഷ്ണൻ, തലശ്ശേരി സ്വദേശിയുടെ എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം എന്താണ്? ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതാണോ? സുഹൈൽ, അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന ഒരു സംഘം, ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള ഫോറൻസിക് സംഘം അടക്കമുള്ള ഒരു സംഘം വിദഗ്ധ പരിശോധന നടത്തിയിരുന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ നോർത്ത് ക്യാമ്പസിലാണ്. അതായത് കാര്യവട്ടം ക്യാമ്പസിന്റെ നോർത്ത് ക്യാമ്പസിനടുത്തുള്ള പമ്പ് ഹൗസിലാണ്. ഇതിനകത്താണ് ഈ വാട്ടർ ടാങ്ക് ഉള്ളത്. ഇത് വർഷങ്ങളായിട്ട് ഉപയോഗത്തിൽ ഇല്ലാതിരുന്നതാണ്. അതിനകത്താണ് ഇത്തരത്തിൽ ഈ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത്. അത് അസ്ഥി കഷ്ണങ്ങളായിട്ടാണ് കണ്ടെത്തിയിരുന്നത്. ഒരു വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഈ പ്രാഥമിക വിവരം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നെന്ന് കരുതപ്പെടുന്ന ചില വസ്തുക്കൾ, അതായത് ഈ കണ്ണട, കണ്ണടയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ചെറിയൊരു സ്റ്റൂള്, കുരുക്കിട്ട ഒരു കയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ സമീപത്ത് നിന്ന്, ഈ അസ്ഥികഷ്ണങ്ങൾ കിട്ടിയ സമീപത്ത് നിന്നും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പ്രദേശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഇവിടേക്ക് സാധാരണ ആരും വരുന്ന ഒരു സാഹചര്യമല്ല. ഇവിടെ ഈ പമ്പ് ഹൗസിലെ ജീവനക്കാരും സുരക്ഷാ ജീവനക്കാരും മാത്രമാണുള്ളത്. ഇന്നലെ വൈകുന്നേരം ഈ സുരക്ഷാ ജീവനക്കാർ ഇവിടെ വന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ അസ്ഥികൂടം കണ്ടത്. ഈ വാട്ടർ ടാങ്കിനുള്ള മാൻഹോളിനകത്തൂടെ നോക്കിയപ്പോഴാണ് ഇത്തരത്തിലൊരു അസ്ഥികൂടം കിടക്കുന്നത് കണ്ടത്. നിലവിൽ ഈ പോലീസും ഈ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഈ അസ്ഥി കഷ്ണങ്ങൾ ഈ കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്തുനിന്ന് ഈ കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസ് തലശ്ശേരി സ്വദേശിയുടെ വിലാസത്തിലുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇയാളുടേതാണോ എന്നുള്ള ഒരു സംശയം. ഒരു പുരുഷന്റേതാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അത്തരം ഒരു സ്ഥിരീകരണം കൂടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വർഷത്തോളം ഈ അസ്ഥികൂടത്തിന് പഴക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സുരക്ഷയുള്ള ഏറ്റവും വലിയ ക്യാമ്പസിൽ ഇത്തരത്തിലൊരു അസ്ഥികൂടം കണ്ടെത്തിയത്, ഒരു ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അസ്ഥികൂടം കണ്ടെത്തിയത് പോലീസിനെയും കുഴക്കുന്നുണ്ട്. ഏതായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. അതുപോലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് കാണാതായ ആളുകളിലേക്കും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. സുഹൈൽ, ഹരികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. അസ്ഥികൂടത്തിൽ നിഗൂഢതകളേറെ, പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്.